ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Gospel John chapter 5 verse 25. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു ഇരിക്കുന്നു. Truly, truly, I say to you, an hour is coming and is now here, when the dead will hear the voice of the Son of God, and those who hear will live. നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് നമുക്ക് വായിക്കുവാനിടയായത്. ഈ സമാപന രാത്രിയിൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ ദൈവാത്മാവ് ഈ വചനമാണ് പ്രകാശിപ്പിച്ചത്. നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന ഒരു സന്ദേശം നൽകണമെന്ന് ദൈവാത്മാവ് എന്റെ ഉള്ളത്തോട് ഇടപെടുവാനിടയായി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ പ്രത്യാശയോട് ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് ദീർഘവർഷങ്ങളായി മുഴങ്ങാറുള്ളത്. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന ചില ആലോചനകൾ ഈ വചനത്തിൽ നിന്ന് അറിയിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ വായിച്ച വേദഭാഗത്ത് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തിയെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ശബ്ദത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഉടനീളം കാണുവാൻ കഴിയുന്നു. ദൈവ ശബ്ദം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്ക്, ഇതെല്ലാം ഏകദേശം ഒരേ ആശയമുള്ള പദങ്ങളാണ് നമുക്കറിയാം. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിയ സമയങ്ങൾ, ദൈവത്തിന്റെ വചനം മുഴങ്ങിയ സമയങ്ങൾ, ദൈവത്തിന്റെ വാക്ക് മുഴങ്ങിയ സമയങ്ങൾ, നമ്മുടെ കർത്താവിന്റെ വാക്ക് മുഴങ്ങിയ സമയങ്ങൾ സംഭവിച്ച അനേക സംഭവങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രപഞ്ച സൃഷ്ടിയുള്ള ബന്ധത്തിൽ എബ്രായരെ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതൊന്നുമല്ല കാരണമെന്ന് പെരുമാറും. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? പല ആളുകൾ കുറെ അഭിപ്രായം പറയുന്ന നാം കേൾക്കാറ്. ചില പറയുന്നത് ഇങ്ങനെയോ ഇതുണ്ടായി, മറ്റേ ആളുകൾ പറയുന്ന വലിയ സ്ഫോടനം ഉണ്ടായി, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇങ്ങനെ പല അഭിപ്രായക്കാരാളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എന്ത് പറയുന്നു? വചനം പറയുന്നു, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ടാണ്. ദൈവത്തിന്റെ വചനം മുഴങ്ങിയപ്പോ, ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിയപ്പോ ഉണ്ടാകട്ടെ എന്നുള്ള ശബ്ദത്തിനും സൃഷ്ടിക്കപ്പെടട്ടെ എന്നുള്ള ശബ്ദത്തിനും ഉളവായതാണ് നാം മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, നാം വസിക്കുന്ന ഭൂമി, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളെല്ലാം ദൈവത്തിന്റെ വായിന്ന് പുറപ്പെട്ട വാക്കിന്റെ പവർ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നാം ഇവിടെ ഉദ്ധരിച്ച വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കും. ഇതേ കാര്യം തന്നെ പത്രോസ് അപ്പോസ്തലനും തന്റെ ലേഖനത്തിൽ പറയുകയുണ്ടായി. 3-ന്റെ 5-ാം താനിങ്ങനെയാണ് എഴുതിയത്: ആകാശവും വെള്ളത്തിൽ നിന്നും
വെള്ളത്താൽ ഉളവായ ഭൂമി പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായിരുന്നു. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു വരും. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുമാണ് പത്രോസ് എഴുതിയത്. എബ്രായർ കർത്താവ് എഴുതിയ അതേ കാര്യം പ്രാരംഭത്തിൽ താൻ പറഞ്ഞു. ആകാശം വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമി പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായതാണ്. പിന്നീട് പറഞ്ഞു ആകാശവും ഈ ഭൂമി അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം സൃഷ്ടിക്കുന്ന വചനം, സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കാനുള്ള ശക്തി, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കും, സൃഷ്ടിക്കേണ്ടതിനെ സൃഷ്ടിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം എത്ര വലുതാണെന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും. കഴിഞ്ഞ 2 രാത്രിയിൽ ദൈവത്തിന്റെ വചനം അവിടെ മുഴങ്ങി. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം അവിടെ മുഴങ്ങി. ദൈവത്തിന്റെ വചനം അവിടെ മുഴങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. യെശയ്യാപ്രവചനം 55:10 വാക്യം അതിന് ഉറപ്പു തരുന്നു. ആ വാക്യം എങ്ങനെയാണ് നമുക്കറിയാം. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്ത് അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരം നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനവും ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന് അവിടെ ദൈവം പറയുകയാണ്. ആകാശത്ത് പെയ്യുന്ന മഴയും ഹിമവും അത് പെയ്തിട്ട് തിരികെ പോകുന്നില്ല. അത് ചില പ്രവർത്തികൾ ചെയ്യുകയാണ്. അത് ഭൂമിയെ നനയ്ക്കുന്നു. നനയ്ക്കുന്നത് അതിനെ ഫലവത്താക്കി തീർക്കുവാനാണ്. വിതയ്ക്കാൻ വിത്ത് ഉളവാക്കേണ്ടതിന്, ഭക്ഷിപ്പാൻ ആഹാരം ഉളവാക്കേണ്ടതിന് അത് ഭൂമിയെ നനയ്ക്കുന്നു. ഇതുപോലെ എന്റെ വായിൽ വരുന്ന വചനം വെറുതെ തിരിച്ചു പോവുകയില്ല. അത് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നിവർത്തിക്കും. ഞാൻ അതിനെ അയക്കുന്നതിന്റെ കാര്യം സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ 3-ാം രാത്രിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ വചനപ്രഘോഷണം നടക്കുമ്പോൾ നടക്കാൻ പോവുകയാണ്, നിവർത്തിക്കപ്പെടാൻ പോവുകയാണ്. ദൈവ ഈ വചനം അയക്കുന്നതിന്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെടാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ചില പ്രവർത്തികൾ നടക്കാൻ പോവുക. ദൈവത്തിന്റെ ചില അത്ഭുത പ്രവർത്തികൾ ഇന്ന് രാത്രി നടക്കുന്ന രാത്രിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ദൈവത്തിന്റെ വചനം അഴിച്ചുവിടുന്ന ഒരു സമൂഹത്തെ പോലെയാണ്. സമൂഹത്തെ അഴിച്ചുവിട്ടാൽ അത് തിരിച്ച് വരുന്നത് ഇരയും കൊണ്ടായിരിക്കും. ഇര കൊണ്ടല്ലാതെ അത് തിരിച്ചു വരത്തില്ല. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ ദൈവത്തിന്റെ വചനം ശക്തിയോടെ ആവരിച്ച് ചില പ്രവർത്തികൾ ചെയ്യും. ഇന്ന് രാത്രി ചില രക്ഷിക്കുന്ന ചില പ്രവർത്തികൾ, ചിലരെ സൗഖ്യമാക്കുന്ന ചില പ്രവർത്തികൾ, ചില പ്രശ്നം പരിഹരിക്കുന്ന ചില പ്രവർത്തികൾ, ചില ഹൃദയത്തിന് മുറിവുകളെ കെട്ടുന്ന ചില പ്രവർത്തികൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് വചനം ചെയ്യുമെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് വചനം വളരെ വലിയ പ്രവർത്തികൾ ചെയ്യുന്ന വചനമാണ്. എവിടെയാ ദൈവത്തിന്റെ വചനം മുഴങ്ങുന്നത്? എവിടെയാണ് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നത്? 29-ാം സങ്കീർത്തനം അതിന് വ്യക്തമായ മറുപടി നമുക്ക് നൽകുന്നു. അവിടെ നാം വായിക്കുന്നു, ദൈവത്തിന്റെ പുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പി, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പി എന്ന് പറഞ്ഞിട്ട് പിന്നീട് നാം കാണുന്ന വായിക്കുന്നതെല്ലാം യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു,
യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു, ശക്തിയോടെ മുഴങ്ങുന്നു, മഹിമയോടെ മുഴങ്ങുന്നു. തുടർന്ന് ദൈവ ശബ്ദം മുഴങ്ങുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എവിടെ ദൈവത്തിന് മഹത്വമുണ്ടോ അവിടെ ആ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. ഞാൻ പല യോഗങ്ങൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ ഇടയിൽ ഒരു പല്ലവി പോലെ ആയിട്ടുണ്ട്, ഇന്ന് മാനുഷിക ശബ്ദമല്ല, ദൈവമേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കാറ്. പല ആളുകളും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവര് വാ തുറന്നൊരു സ്തോത്രം പറയുന്നവരല്ല, പ്രാർത്ഥിക്കുന്ന ഈ ശബ്ദം കേൾക്കാൻ. എന്നാൽ അവർ വാ തുറന്ന് സ്തോത്രം പറയത്തില്ല. ഈ 29 സങ്കീർത്തനം വെളിപ്പെടുത്തുന്നത് എവിടെ ദൈവത്തിന് മഹത്വം ഉയർന്നുകൊണ്ടിരിക്കുമ്പോ അവിടെയാണ് ശക്തിയോടെ ദൈവത്തിന് ശബ്ദം മുഴങ്ങുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന് ശബ്ദം മുഴങ്ങണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ വായടച്ചിരിക്കാതെ വായ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട്, ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവമക്കൾ ഇരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നതിനെ കുറിച്ച്. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം മുഴക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്മേൽ ഇടിമുഴക്കം പോലെ മുഴങ്ങും. ദൈവത്തിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങും. ഈ പെരുവെള്ളത്തിന്റെ ഒരു വ്യാഖ്യാനം എന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കാണാൻ കഴിഞ്ഞു. അവിടെ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ട് അതേ അധ്യായത്തിന്റെ ഒടുവില് ആ സ്ത്രീ ഇരിക്കുന്ന പെരുവെള്ളം എന്താണെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. അവിടെ എഴുതിയിരിക്കുന്നത് ഭാഷകളും വംശങ്ങളും ജാതികളുമാകുന്ന പുരുഷാരമാണെന്ന് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ കഴിയത്തില്ലേ? ദൈവത്തിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ പുരുഷാരത്തിന് നടുവിൽ, വംശങ്ങളുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ, ഭാഷക്കാരുടെ മുമ്പിൽ ദീർഘവർഷങ്ങളായി മാറ്റൊലിയുക. ദൈവത്തിന്റെ ശബ്ദം മാറ്റൊലി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി മാത്രമല്ല, നമുക്കറിയാം ദൈവത്തിന്റെ ശബ്ദത്തിന് ബന്ധനമില്ല, ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല, സുവിശേഷത്തിന് ബന്ധനമില്ല. അതിന്റെ ഏറ്റവും തെളിവല്ലേ ഈ കോവിഡ് കാലത്ത് മുടങ്ങാതെ ശക്തമായ ദൈവവചന പ്രഘോഷണം ഈ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തെ ബന്ധിക്കാൻ ഒരു കോവിഡിന് കഴിയില്ലെന്ന് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുക. ദൈവത്തിന്റെ ശബ്ദം പുരുഷാരത്തിന് നടുവിൽ ശക്തിയോടെ ഇടിമുഴക്കം പോലെ മുഴങ്ങും. എന്തിനാ മുഴങ്ങുന്നത്? ചില പ്രവർത്തികൾ ചെയ്യുവാനാ ആ ശബ്ദം മുഴങ്ങുന്നത്. ഇവിടെ ചില പ്രവൃത്തികൾ 29-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്ന നിമിത്തം ദേവദാരുക്കൾ തകർക്കപ്പെടുന്നു. ദേവദാരു എന്ന് പറയുന്ന പർവ്വതങ്ങളിൽ നിൽക്കുന്ന, തല ഉയർത്തു നിൽക്കുന്ന, കൊമ്പ് ആകാശത്തിലേക്ക് ഉയർത്തു നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ദേവദാരു എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം ദേവദാരുക്കളെ തകർക്കും. ഒരു ആത്മീയ ദൂതി എന്ന് പറയാം. തലയുയർത്തി അഹങ്കാരത്തോടുകൂടെ തലയുയർത്തി നിൽക്കുന്ന എത്രയോ വ്യക്തി ജീവിതങ്ങളുമേൽ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ആ ശക്തി വ്യാപരിച്ച് ഒരു കൊമ്പൊടിഞ്ഞ് ദൈവത്തിന്റെ സരി വീഴുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദത്തിന് ഏതൊരു അഹങ്കാരിയെ തൊടുവാൻ ദൈവശബ്ദത്തിന് കഴിയും. അവൻ അഹങ്കാരമെല്ലാം മാറും. ദൈവസനെ അവൻ വീഴും, അവൻ തകർന്നു വീഴും. കാരണം ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ അവർ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ശബ്ദം അതുപോലെ ചെയ്യുന്ന അടുത്ത് ഓർത്തിരിക്കുന്നു. ലബാനോനെയും സീരോനെയും കാളക്കുട്ടികളെ പോലെയും കാട്ടുപോത്ത് കുട്ടികളെ പോലെ തുള്ളിക്കുമെന്ന് ദൈവത്തിന്റെ ശബ്ദം ചിലതിനെ തകർത്ത്, ചിലതിനെ മരഞ്ഞെടുക്കുമ്പോൾ, ചിലതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം ചിലതിനെ തുള്ളിക്കുന്ന ശബ്ദമാ.
നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത നിലയിൽ തുള്ളിച്ചാടുന്ന കാണാം നമ്മുടെ മീറ്റിങ്ങുകളിൽ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ശബ്ദം അവരുടെ ഹൃദയത്തെ ടച്ച് ചെയ്തപ്പോൾ ഉള്ള സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആത്മനിറവിൽ കുതിച്ചു നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രാത്രിയിലും ദൈവത്തിന്റെ ശബ്ദം നിന്റെ അന്തർഭാഗത്ത് ഒന്ന് യാമരിക്കുവാനിടയായാൽ അത് കാളക്കുട്ടിയെ പോലെ, കാട്ടുപോത്ത് കുട്ടിയെ പോലെ ആ സന്തോഷത്തോടെ വരുന്നവർ തുള്ളി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയായിത്തീരും. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കും. നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന പരിശോധനയുടെ അഗ്നിശോധനകൾ നമ്മെ ദഹിപ്പിക്കാതിരിക്കുന്നതിന്റെ കാരണം, അഗ്നിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ചിഹ്നിപ്പ് പോകുന്നു, ഒരു ബലം കെട്ടു പോകുന്നു, അത് നമ്മെ ദഹിപ്പിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ദൈവമക്കളെ, ദൈവത്തിന്റെ ശബ്ദം ശക്തിയോടെ മുഴങ്ങിയാൽ നടക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങളാണെന്നുള്ള കാര്യം ദൈവത്തിന്റെ മക്കളെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ ശബ്ദത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, കർത്താവ് കപ്പർന്നഹൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു ശതാധിപൻ, തനിക്ക് പ്രിയനായ ദാസൻ മരിക്കാറായി കിടക്കി. യേശു വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ തന്റെ പ്രിയനായ ദാസൻ മരിക്കത്തില്ലായി എന്നുള്ള പ്രതീക്ഷയോടെ യഹൂദ മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കൽ അയച്ചു. യേശു അവർ പറഞ്ഞതനുസരിച്ച് ഈ ശതാധിപന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ചരിത്രം നമുക്കറിയാം, വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ ചെയ്ത ഒരു കാര്യമുണ്ട്. സ്നേഹിതന്മാരെ അയച്ചു, കർത്താവെ ഇങ്ങോട്ട് വരണ്ട. ശതാധിപൻ സാറ് പറയുന്നു, അങ്ങ് അദ്ദേഹത്തിന്റെ പുരയ്ക്കകത്ത് കയറാനുള്ള യോഗ്യത അദ്ദേഹത്തിന് പുരയ്ക്കില്ല, അദ്ദേഹത്തിനില്ല. ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി, നടക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞു, താനും അധികാരത്തിന് കീഴിലുള്ള ആളാണ്, വാക്കിന്റെ ശക്തിക്ക് അറിയാമെന്ന് താൻ പറയുന്നു. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്താ അവർ അത് പറഞ്ഞെന്നറിയാമോ? തന്റെ വാക്കിന്റെ ശക്തി എനിക്കറിയാം. 100 പേരുടെ മേൽ അധികാരമുള്ള തന്റെ വാക്കിന്റെ ശക്തി എനിക്കറിയാമായിരുന്നു. താന് ഒരു വാക്ക് പറഞ്ഞാൽ, വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. തന്റെ വാക്കിന് അത്ര വലിയ പവറാണ് തനിക്ക് അറിയാമായത്. തനിക്ക് മനസ്സിലായി, 100 പേരുടെ മേൽ മാത്രം അധികാരമുള്ള എന്റെ വാക്കിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ സകല മനുഷ്യരുടെ പേരും, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ സൃഷ്ടാവായിരിക്കുന്ന, ആ മനുഷ്യരുടെ ദൈവമായിരിക്കുന്ന യേശുവിന്റെ വാക്കിന്റെ ശക്തി വലുതാണെന്ന് തനിക്ക് മനസ്സിലായതുകൊണ്ട് പറയുക, ഒരു വാക്ക് മതി എന്റെ ദാസന് സൗഖ്യം കിട്ടും. യേശു പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു വാക്ക് നിമിത്തം ദൈവത്തിന്റെ മക്കളെ, ലോകത്തിന് അനേകർക്ക് ഈ ദൈവത്തിന്റെ വാക്കിന്റെ, യേശുവിന്റെ വാക്കിന്റെ ശക്തിയും അധികാരവും വേണ്ടവണ്ണം അറിയാതിരിക്കുമ്പോൾ ഒരു അന്യജാതിക്കാരൻ മനസ്സിലാക്കി യേശു ആരാണെന്ന്, യേശുവിന്റെ വാക്കിന്റെ ശക്തി എത്ര വലുതാണെന്ന് താൻ മനസ്സിലാക്കിയത് കൊണ്ട് അത് അതുപോലെ സംഭവിച്ചു. യേശു മനസ്സിൽ ചിന്തിച്ച ഉടനെ അവന്റെ ദാസന് സൗഖ്യം വരട്ടെ എന്നും യേശു അവരുടെ വാക്കിന്റെ മനസ്സ് നിരൂപിച്ച, തന്റെ ഉള്ളിൽ നിന്ന് വാക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവന്റെ ഭാര്യക്കാരന് സൗഖ്യം ലഭിച്ചതായിട്ടാ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പൊ യേശുവിന്റെ വാക്കിന്റെ ശക്തി വലുതാണ്. നമുക്കറിയാം, യേശുവിന്റെ വാക്കിന്റെ ശബ്ദം, ആ ശക്തി മുഴങ്ങി നടന്ന സംഭവങ്ങൾ ചിലതറിയാം. യഫദാ എന്നൊരു വാക്കിന്റെ മുമ്പിൽ അടഞ്ഞിരുന്ന ചെവികൾ തുറക്കപ്പെട്ടു. യഫദ, യേശു ഒരിക്കൽ പറഞ്ഞു, കാറ്റേ അടങ്ങില്ല. വാക്കിന് മുമ്പിൽ കാറ്റ് അടങ്ങി. കടലെ ശാന്തമാകുക.
വാക്കിന് മുമ്പിൽ കടലിൽ ശാന്തമായി. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തോന്നിരിക്കുന്നു. ആ വാക്കിന് മുമ്പിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. നിന്റെ കിടക്കെടുത്ത് നടക്കുക. ആ വാക്കിന്റെ മുമ്പിൽ പക്ഷപാതക്കാരൻ കിടക്കെടുത്ത് നടക്കുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ വാക്കിന്റെ ശക്തി വലുതായിരുന്നു. യേശു പറഞ്ഞു, കൽപാത്രത്തിൽ വെള്ളം കോരി നിറച്ചിട്ട് വിരുന്നുവാഴിക്ക് കൊണ്ട് കോരിക്കൊടുക്ക് എന്ന് പറഞ്ഞതേ ഉള്ളൂ. കൂടുതലൊന്നും പറഞ്ഞില്ല. കൽപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് കോരിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് നിമിഷ നേരം കൊണ്ട് വെള്ളം വീഞ്ഞായി മാറി. നമുക്കറിയാം, വെള്ളം വീഞ്ഞായി മാറാറുണ്ട്. എങ്ങനെയാ മാറുന്നത്? ഒരു മുന്തിരിച്ചെടി ആഴത്തുനിന്ന് വെള്ളം വലിച്ചെടുത്ത് അനേക പ്രോസസ്സിൽ കൂടെ പോവുക. ഒരു മുന്തിരി പഴമായി, അത് പിഴിഞ്ഞെടുത്ത് മുന്തിരി ചാറായി. ഇതൊക്കെ നടക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല, അനേക ദിവസത്തെ പ്രോസസ്സാ. വെള്ളം മുന്തിരിയായി അത് വീഞ്ഞായി മാറും. എന്നാൽ യേശുവിന്റെ ഒരു വാക്കിന്റെ മുമ്പിൽ നിമിഷ നേരം കൊണ്ട് വെള്ളം വീഞ്ഞായി തീർന്ന ചരിത്രമാ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കാനാവിൽ യേശു മറ്റൊരു സമയത്ത് ചെന്നപ്പോൾ ഒരു രാജഭൃത്യൻ തന്റെ മകൻ മരിക്കാറായി കിടക്കും. യേശുവെ വന്നെന്റെ മകനെ ഒന്ന് സൗഖ്യമാക്കണം, മരിക്കാറായി കിടക്കും. യേശുവിന്റെ ഉപദേശമായി നിൽക്കുന്നതാണ്. യേശുവെ പെട്ടെന്ന് പറഞ്ഞു, അവൻ മരിക്കാറായി കിടക്കും. യേശു ആ സമയത്ത് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശുവിന്റെ ആ വാക്കുകേട്ട് ആൾ തിരിച്ചു പോയി. തിരിച്ചു ചെന്നപ്പോൾ ആളുകൾ എതിരേറ്റു വന്ന് പറഞ്ഞു, മകന് പോരസുഖമില്ല, അവൻ നല്ല സുഖമായിട്ടിരിക്കുക. അദ്ദേഹം ചോദിച്ചു, എപ്പോഴാ സമയമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രാജവൃത്തന് മനസ്സിലായി, പൊയ്ക്കൊള്ളുക, നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ വളരെ വിദൂരതയിൽ ആയിരുന്ന മകൻ ജീവൻ പ്രാപിച്ചു. അപ്പൊ യേശുവിന്റെ വാക്കിന്റെ ശക്തി അത്ര വലുതാ. അത് എത്ര വിദൂരതയായാലും ആ വാക്കിന് വിടുവിക്കാനുള്ള ശക്തി ഉണ്ട്. നമുക്കറിയാം, വചനം അയച്ച് ദൈവം അവരെ വിടുവിക്കുന്നു. ദൈവത്തിന് വചനത്തിന് വിടുവിക്കാനുള്ള ശക്തിയുണ്ട്. എത്ര വിദൂരതയിൽ രോഗിയായാലും വചനം അയച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് വചനോടെ എത്തി അവനൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോ അവൻ ജീവൻ പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കും. അത് വചനത്തിന്റെ ശക്തി അത്ര വലുതാണ്. അങ്ങനെയെങ്കിൽ ഈ കോൺഫറൻസ്, ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന് പരിശുദ്ധാത്മ പറയുന്നു, വിശ്വസിക്ക്, എന്റെ യേശുവിന്റെ വാക്കിന് ശക്തി വലുതാണ്. ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. എനിക്ക് വിടുതൽ കിട്ടുവാൻ ഒരു വാക്ക് മതി. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഒരു വാക്ക് മതി. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കർത്താവിന് ഒരു വാക്ക് മതി നമ്മുടെ രോഗം മാറാൻ. നമ്മുടെ കർത്താവിന് ഒരു വാക്ക് മതി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുക. നമ്മുടെ കർത്താവിന്റെ ഒരു വാക്ക് മതി അസാധ്യങ്ങൾ സാധ്യമായി തീർന്ന് കാണുവാൻ. നമ്മുടെ കർത്താവിന് വാക്കിന് വലിയ ശക്തിയാ. ഏത് കുഴഞ്ഞ പ്രശ്നത്തെ പരിഹരിക്കുവാൻ യേശുവിന് ഒരു വാക്ക് മതി. വിശ്വാസത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്ക്, കർത്താവേ, ഇന്ന് രാത്രി ഒരു വാക്ക് എന്റെ സ്ഥിതി ഒന്ന് മാറേണ്ടതിന്, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഒന്ന് മാറേണ്ടതിന്, എന്റെ തലമുറകളുടെ സ്ഥിതി ഒന്ന് മാറേണ്ടതിന്, ഞങ്ങളുടെ സഭയുടെ സ്ഥിതി ഒന്ന് മാറേണ്ടതിന് ഒരു വാക്ക് ഇന്ന് രാത്രി മുഴങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മക്കളെ അത്ഭുതപ്പെട്ട് ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം ദൈവത്തെ പ്രവർത്തി ദൈവത്തിന്റെ മക്കൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവിന്റെ വാക്കിന്റെ ശക്തി കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മൾ വായിച്ച വേദഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ശബ്ദത്തിന്റെ ശക്തിയാൽ, വാക്കിന്റെ ശക്തിയാൽ ഇന്ന് ഈ പ്രസന്റ് കാലയളവിൽ നടക്കുന്ന ഒരു കാര്യം, ഫ്യൂച്ചർ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം, അതാണ് യേശു പ്രസ്താവിച്ചത്. എന്താണ് നമുക്ക് മനസ്സിലായി?
മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഫ്യൂച്ചർ ടെൻസ് വരുന്നു, ഭാവിയെ കുറിച്ച് വന്നുമിരിക്കുന്നു. പ്രസന്റ് ടെൻസ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ കർത്താവ് പറഞ്ഞത്? ഇപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ ചരിത്രം നമുക്കറിയാം. ഇന്ന് ലോകത്തിൽ പലയിടത്ത് നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും നമ്മൾ അതിന് വ്യക്തമായി നമ്മൾ കണ്ടിട്ടില്ല, സാക്ഷികളല്ല, അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ യേശു പറഞ്ഞതിന്റെ അർത്ഥം രണ്ട് മരണമുണ്ട്, രണ്ട് ഉയർപ്പുണ്ട് എന്നുള്ള ശക്തമായ സന്ദേശമായി യേശു നൽകിയത്. രണ്ട് മരണം എന്താണ്? അകത്തെ മനുഷ്യന്റെ മരണം, പുറത്തെ മനുഷ്യന്റെ മരണം. അകത്തെ മനുഷ്യന്റെ മരണം ഉണ്ടാകുന്നത് ദൈവസാന്നിധ്യം ഒരു വ്യക്തിയെ വിട്ടുപോകുമ്പോഴാണ്. പുറത്തെ മനുഷ്യന്റെ മരണം ഉണ്ടാകുന്നത് അവന്റെ ഉള്ളിലെ ആത്മാവ് അവരെ വിട്ടുപോകുമ്പോഴാണ്. അപ്പൊ രണ്ട് മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ദൈവസാന്നിധ്യം ഒരു വ്യക്തിയെ വിട്ടു പോകുമ്പോൾ അവൻ മരണം ഉണ്ടാകും. അവന്റെ അന്തരാത്മാവിൽ, അവന്റെ അകത്തെ മനുഷ്യന് മരണം ഉണ്ടാകും. അവന്റെ ഉള്ളിലെ ആത്മാവ് അവർ വിട്ടുപോകുമ്പോൾ ശരീരത്തിൽ മരണം ഉണ്ടാകും. നമുക്കറിയാം, ഏതൻ തോട്ടത്തിൽ ആദവിനെ ആക്കിയിട്ട് നമ്മുടെ ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നാണ്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷമുണ്ട്, നടുക്ക് നിൽക്കുന്ന വൃക്ഷം, അതിന്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്നവർക്ക് കൽപ്പന കൊടുത്തു. തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. സംഭവിച്ച നമുക്കറിയാം. ഹവ്വ പറിച്ചു തിന്നു, ആദാമിന് കൊടുത്തു, ആദാമിന് തിന്നു. എന്നാ അവര് പിന്നെ എത്രയോ വർഷങ്ങൾ ജീവിച്ചിരുന്നതായിട്ട് നമ്മൾ കാണും. അപ്പൊ ദൈവം ഭോഷ്ക്ക് പറയും, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് തന്നെ പറഞ്ഞു. അന്ന് അവര് മരിച്ചില്ലല്ലോ, എത്രയോ വർഷം ജീവിച്ചിരുന്നിട്ടാ മരിച്ചു. കർത്താവ് ഭോഷ്ക്ക് പറയുന്ന ആളല്ല, ദൈവം ഭോഷ്ക്ക് പറയുന്ന ആളല്ല. സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാം. കൽപ്പന ലംഘനത്തോടുകൂടെ ദൈവ സാന്നിധ്യം അവരെ വിട്ടുപോയപ്പോൾ അവരന്തരാത്മാവിൽ അന്ന് തന്നെ, ആ നിമിഷത്തിൽ തന്നെ മരണം സംഭവിച്ചു. എന്നാൽ അവർ ഉള്ളിൽ നിന്ന് ആത്മാവ് പോയപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞ് ആത്മാവ് പോയപ്പോൾ ശാരീരിക മരണം അവർക്ക് സംഭവിച്ചു. ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ പുത്രന്റെ ശബ്ദത്തിന് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ശക്തി ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുക, കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക, ഇനി കർത്താവ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ, ഇന്ന് കർത്താവ് ആരാ ഉയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം അതിന് മറുപടി നമുക്ക് നൽകുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു. നമ്മളെല്ലാം ഒരു കാലത്ത് മരിച്ചു കിടന്നവർ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരാണ്. എന്നാൽ ഇന്ന് നമുക്ക് പറയാൻ കഴിയും, ഇന്ന് കൃപയാ ഞാൻ ഉയർത്തെഴുന്നേറ്റ ഒരാളാ. എങ്ങനെ ഉയർത്തെഴുന്നേറ്റെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ മീറ്റിംഗ് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, കൃപയാൽ, കൃപയാൽ. ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങുന്നത് കേൾക്കാൻ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് വിശ്വസിക്കാൻ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ എന്റെ അകത്ത് മരിച്ചു കിടന്ന അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനിടയായി തീർന്നു. അനുഭവമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നാം ഒരിക്കൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരാ. എന്നാൽ ദൈവത്തിന് വചനത്തിന് ശബ്ദം, സുവിശേഷത്തിന്റെ ശബ്ദമാണ് നമുക്ക് ജീവൻ തന്ന് നമ്മെ ഉയർപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 2000 വർഷമായി സുവിശേഷത്തിന്റെ ശബ്ദം, ദൈവത്തിന് പുത്രന്റെ ശബ്ദം ലോകത്തിന് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളെ
മരിച്ച ആളുകളെ ഉയർപ്പിച്ചു കഴിഞ്ഞു, ഇന്ന് ഉയർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദത്തിന് വലിയ പവറാണ്. ഇന്ന് രാത്രിയിലും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ ശബ്ദം മുഴങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈ ശബ്ദത്തിന് ചില മരിച്ചു കിടക്കുന്നവരെ അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചു കിടക്കും ഉയർപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യട്ടെ. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ 3 പേരെ ഉയർപ്പിച്ചതായിട്ട് വിശുദ്ധ ബൈബിളിൽ കൂടെ നാം കാണുന്നു. എന്നാ ഞാൻ ചിന്തിക്കാറുണ്ട്, യേശു 3 പേരെ മാത്രമാണ് ഉയർപ്പിച്ചത്. എന്റെ ചിന്ത, എന്റെ വിശ്വാസം 3 പേരെ അല്ല യേശു ഉയർപ്പിച്ചത്. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ സുവിശേഷയുടെ ഒടുവിലത്തെ വാക്യം, യോഹന്നാൻ എഴുതി അവസാനിപ്പിച്ച വാക്യം എന്റെ മറുപടി. യോഹന്നാൻ എഴുതി സുവിശേഷം അവസാനിപ്പിച്ചത് യേശു ചെയ്തതൊക്കെ ഇനി എഴുതാനുണ്ട്. എഴുതിയാൽ എഴുതുന്ന പുസ്തകം ലോകത്ത് തന്നെ ഒതുങ്ങുകയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളൊക്കെ എഴുതിയാൽ എഴുതുന്ന പുസ്തകം വെക്കാനുള്ള സ്ഥലം ഭൂമിയിൽ ഇല്ലെന്ന് അത്രമാത്രം അത്ഭുത പ്രവർത്തികളായി യേശു ചെയ്തു. എന്നാൽ ചിലത് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ള യേശു ദൈവപുത്രനാണെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം എഴുതി. എന്തുകൊണ്ട് 3 പേരുടെ മാത്രം ഉയർപ്പെഴുതിയത്? അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അതേ കൂടെ വലിയൊരു സന്ദേശം ലോകത്തിന് നൽകാൻ ദൈവത്തിനുണ്ടായിരുന്നു. ആ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ആ 3 പേരെ ഉയർപ്പിച്ചു. ആരാ 3 പേരെ? നമുക്ക് എല്ലാവർക്കും വരും. യായിറോസിന്റെ മകളെ, നയിലെ വിധവയുടെ മകനെ, ബഥാനിയയിലെ ലാസർ, 3 പേരെ ഉയർപ്പിച്ചു. ഈ 3 പേരെ ഉയർപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 3 പേരെയും യേശുവിന്റെ വാക്കിന്റെ ശക്തി കൊണ്ടാണ് ഉയർപ്പിച്ചത്. യായിറോസിന്റെ മകളുടെ കയ്യെ പിടിച്ച്, മാരെ എഴുന്നേൽക്കുക, ഒറ്റ വാക്ക് പറഞ്ഞപ്പോ മരിച്ചവൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്നു. അതുപോലെ നയിലെ വിധവയുടെ മകനെ മഞ്ചത്തോട്ട് നിർത്തി, ബാല്യക്കാര എഴുന്നേൽക്ക് എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റ് വന്നു. മരിച്ച 4 ദിവസമായി നാറ്റം പിടിച്ച് കല്ലറയ്ക്കിടന്ന ലാസറിന്റെ കല്ലറയുടെ വാതിൽക്ക പോയി നിന്നുകൊണ്ട്, ലാസറേ പുറത്തു വരിക. ഒരൊറ്റ വാക്കിന് മുമ്പിൽ 4 ദിവസമായി മരിച്ചിട്ട് 4 ദിവസമായി എഴുന്നേറ്റ് വന്നു. അവരെ 3 പേരെയും യേശുവിന്റെ വാക്കിന്റെ ശക്തി കൊണ്ടാണ് ഉയർപ്പിച്ചത്. ഇതിൽ കൂടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന ആളുകളെ കുറിച്ചുള്ള നല്ലൊരു ചിത്രമാണ് ഈ 3 സംഭവങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. മരിച്ചു കിടക്കുന്ന അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുന്നവർ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അതിലുണ്ട്. യായിറോസിന്റെ മകളുമുണ്ട്, നയിലെ വിധവയുടെ മകനുമുണ്ട്, ലാസറുമുണ്ട്. മെയിലും ഫീമെയിലും എല്ലാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുക. ലോകത്തിൽ 850 കോടിയോളം മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. എല്ലാം അതിക്രമങ്ങളും പാപങ്ങളും ബഹുഭൂരിപക്ഷം ആളുകളും മരിച്ചു കിടക്കുന്ന ആളുകളാണ്. രണ്ടാമതായി, മരിച്ചു കിടക്കുന്ന ആളുകൾ 3 സ്ഥലങ്ങളിലാണ്. ഒരാള് വീട്ടിൽ മരിച്ചു കിടക്കുക, മറ്റൊരാള് പട്ടണത്തിൽ മരിച്ചു കിടക്കുക, വേറൊരാള് ഗ്രാമത്തിൽ മരിച്ചു കിടക്കുക. ചുരുക്കി പറഞ്ഞ അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചു കിടക്കുന്നവർ എവിടെയൊക്കെയുണ്ട്? അനേക വീടുകളിൽ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുന്നവരുണ്ട്. അനേക ഗ്രാമങ്ങളിൽ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുന്നവരുണ്ട്. അനേക പട്ടണങ്ങളിൽ അതിക്രമങ്ങളും പാപങ്ങളിലും മരിച്ചു കിടക്കുന്നവരുണ്ട്. ഇനി അടുത്തായിട്ടുള്ള സന്ദേശം, പല പ്രായക്കാരുണ്ട്. നമുക്കറിയാം, യായിറോസിന്റെ മകൾ ഒരു ബാലയായിരുന്നു. എന്നാൽ നയിലെ വിധവയുടെ മകൻ ഒരു ബാല്യക്കാരനായിരുന്നു. ലാസർ ഒരു മധ്യവയസ്കരൻ. നമുക്ക് ചിന്തിക്കാം, പല പ്രായക്കാരാണ്. അപ്പൊ അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചു കിടക്കുന്നത്
ഏതെങ്കിലും ഒരു ഏജിന്റെ റേഞ്ചിൽപ്പെട്ടവരല്ല. ഈ പ്രായവ്യത്യാസമില്ലേ? ലോകത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചു കിടക്കുകയാണ്. നാലാമത്തെ ചിന്ത, ഈ മരിച്ചവർ നിമിത്തം ഈ 3 വീടുകളും വലിയ നിലവിളിയായിരുന്നു, ധർമ്മസങ്കടമായിരുന്നു, കണ്ണുനീരും നിലവിളിയായിരുന്നു. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുന്ന നിമിത്തം ലോകത്തിൽ എത്രയോ വീടുകൾ കരച്ചിലും നിലവിളിയുമായി കഴിയുക. കാരണം തലമുറകൾ പാപത്തിൽ മരിച്ചു കിടക്കുന്നു. അവർക്കൊരു മാനസാന്തരമില്ല, അവർ യോഗത്തിന് വരുന്നില്ല, അവർ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവർ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. എത്രയോ പേർ ഹൃദയത്തിൽ വേദനപ്പെട്ട് കഴിയുന്നവരുണ്ട്. എങ്ങനെയുള്ള സാധാരണ വേദനയല്ല. ഈ മരിച്ച 3 പേരും ഏകജാതന്മാരായിരുന്നു. ഏകജാതൻ മരിച്ച വീട്ടിലെ നിലവിളിയ. എങ്ങനെ അറിയാം? ഏകജാതയായിരുന്നു. അതുപോലെ നയിലെ വിധവയുടെ മകൻ ഏകജാതനായിരുന്നു. ലാസർ ഏക മകനാ വീട്ടില്. ഏകജാതന്മാരുടെ മരണത്തിൽ ഉള്ള സങ്കടം എന്ന് പറയുന്നത് സാധാരണ മരണത്തെക്കാൾ വലിയ സങ്കടമാണ്. അങ്ങനെയെങ്കിൽ പാപത്തിൽ മരിച്ചു കിടക്കുന്ന തലമുറകളെ ഓർത്ത് കരഞ്ഞ് നിലവിളിക്കുന്ന എത്രയോ ആളുകൾ ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയില്, ലോകത്തിന് വിവിധ രാജ്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓർക്കുവാൻ കഴിയുന്നു. എന്നാൽ ആ ഒരു വലിയ പ്രത്യാശ ദൈവത്തിന് വചനം നമുക്ക് നൽകുന്നു. നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. എബ്രായലേഖനം 11:35 നാം ഇങ്ങനെ വായിക്കുന്നു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടിയെന്ന് സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന് വചനം പറയുന്നു. അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ, സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപത്തിൽ മരിച്ചു കിടക്കുന്ന നിമിത്തം സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. പുരുഷന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപത്തിൽ മരിച്ചു കിടക്കുന്ന നിമിത്തം സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഏകജാതൻ മരിച്ച വീട്ടിലെ പോലെ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ അവിടെ പറഞ്ഞു, വിശ്വാസത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സ്ത്രീകൾക്ക് മരിച്ചവരെ വിശ്വാസത്താൽ ഉയർത്തെഴുന്നേറ്റ് കിട്ടി. അത് നിമിത്തം സംഭവിച്ച നമുക്കറിയാം. അവിടെ വിലാപം നൃത്തമായി തീർന്നു, അവിടെ രട്ടഴിക്കപ്പെട്ടു, അവർക്ക് സന്തോഷം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാം. വിശ്വസിക്ക്, എന്റെ വീട്ടിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുക. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ പട്ടണത്തിൽ, ഞങ്ങളുടെ രാജ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുക. ദൈവത്തിനും വചനം ശക്തിയോടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം നടക്കും, നിശ്ചയമായി നടക്കും. മരിച്ചവർ ജീവൻ പ്രാപിക്കും, അവർ എഴുന്നേൽക്കും, ഞങ്ങൾ സന്തോഷിക്കും, ഞങ്ങളുടെ വിലാപം മാറും, ഞങ്ങളുടെ ദുഃഖം മാറും, ഞങ്ങളുടെ രട്ടഴിക്കപ്പെടും, ഞങ്ങൾ നൃത്തം ചെയ്യത്തക്കോണം. ദൈവം ഞങ്ങളുടെ തലമുറകളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ശബ്ദം ഒന്ന് വിളക്കിയാൽ മതി. നമ്മുടെ സങ്കടം മാറത്തക്കവണ്ണം ചില പ്രവർത്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന പറയുകയാണ്. നമുക്കറിയാം, താഴ്വരയിൽ മരിച്ചു കിടക്കുന്നവർ, താഴ്വരയിൽ മരിച്ചു കിടക്കുന്നു. എസ്കേൽ പ്രവാചകൻ കണ്ടു. മറ്റാരുമല്ല, ഇസ്രായേലുകാരുമാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവര്. അവരെ കുറിച്ച് പല കാര്യം ദൈവവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാൻ കഴിയുന്നവർ. എന്നാൽ താഴ്വരയിൽ മരിച്ചു കിടന്ന അസ്ഥിക്കൂട്ടങ്ങൾ, മരിച്ചിട്ട് വർഷങ്ങളായി അസ്ഥിക്കൂട്ടങ്ങൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ദൈവത്തിന്റെ അടുത്ത ആളുകളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആയിരങ്ങൾ താഴ്വരയിൽ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചിട്ട് വർഷങ്ങളായി അവർ കിടക്കുന്ന അസ്ഥികൂടങ്ങൾ പോലെ അനേകരുടെ ജീവിതമായിരിക്കുക. പാപത്തിൽ രസിച്ച്, പാപത്തിൽ ജീവിച്ച് അനേകര് ഈ ലോകത്തിലായിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട്. അവർ ഉയർക്കണമെങ്കിൽ ഓരോ മാർഗമേ ഉള്ളൂ. പ്രവാചക, നീ മിണ്ടാതിരിക്കരുത്. പ്രവാചക, നിന്റെ വായ തുറക്ക്. പ്രവാചക, എന്റെ വചനം നീ വിളിച്ചു പറയുക. നീ അസ്ഥികളെ നോക്കിക്കൊണ്ട് നീ എന്റെ വചനം വിളിച്ചു പറയുക. അസ്ഥികളെ
നിങ്ങൾ ജീവിക്കുവാൻ പോകുക. ദൈവം അരുളി ചെയ്യുന്നു, ദൈവം പറയുന്നു, നിങ്ങൾ ജീവിക്കാൻ പോകുക. നിങ്ങളുടെ മേൽ ശ്വാസം വരാൻ പോകുക, നിങ്ങൾക്ക് ഞരമ്പ് വരാൻ പോകുക, നിങ്ങൾക്ക് മാംസം വരാൻ പോകുക, നിങ്ങൾക്ക് ത്വക്ക് വരാൻ പോകുക, നിങ്ങൾ ജീവിക്കാൻ പോകുക. പ്രവാചകൻ പ്രവചിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അസ്ഥിയോട് യോജിക്കുന്ന കാഴ്ച പ്രവാചകൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ത്വക്ക് കൊണ്ട് മൂടപ്പെട്ട് ഡെഡ് ബോഡികൾ കിടക്കുക, ആയിരക്കണക്കിന് ഡെഡ് ബോഡികൾ. പ്രവാചകൻ അത് കണ്ട് അല്പസമയം പ്രവചനം നിർത്തി. ദൈവം പറഞ്ഞു, പ്രവാചക പ്രവചിച്ചോ, നിർത്തരുത്, പ്രവചിച്ചോ. ശാസ്ത്രത്തിന് നേരെ നീ വിളിച്ചു പറ, പ്രവചിച്ചു പറയാ, ഞാൻ പറയുന്ന വാക്ക് പറ. ശാസ്ത്രമേ ഊതാ, നീ വിളിച്ചു പറയാ. ഞാൻ അവർ എന്നോട് നീ വിളിച്ചു പറ. യഹോവ പറയുന്നു, ശാസ്ത്രമേ ഊത്. ഊതിക്കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച കണ്ടു. നിഹതന്മാരെല്ലാം എഴുന്നേറ്റു, ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു. എഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഒരു സൈന്യം പോലെ മാർച്ച് ചെയ്യുന്ന കാഴ്ച കാണാനിടയായി. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, ദൈവദാസന്മാരെ, മരിച്ചു കിടക്കുന്നവരുടെ ജീവൻ നിന്റെ നാവിലാ ദൈവം തന്നിരിക്കുന്നത്. നിന്റെ വായൊന്ന് തുറന്നാൽ, നിന്റെ നാവൊന്ന് തുറന്നാൽ, ദൈവം നിന്റെ നാവിൽ വരുന്ന വചനം നീ ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. അസ്ഥിയോട് ചേരാൻ പോകുകയാണ്, ത്വക്ക് വരാൻ പോകുകയാണ്, ജീവൻ വരാൻ പോകുകയാണ്. മാത്രമല്ല, ഒരു സൈന്യമായി മാറാൻ പോകുക. വിശ്വസിക്ക്. യുടെ അനേക പട്ടണങ്ങളില് അനേകര് സൈന്യം പോലെ മാർച്ച് ചെയ്ത് നിന്റെ ആരാധന ഹോളിലേക്ക് വരുന്ന കാഴ്ച നീ കാണുമെന്ന് വിശ്വസിച്ചു സ്തോത്രം ചെയ്യുക. ദൈവത്തിന് വചനം വിളിച്ചു പറ. ആളുകൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുക, ജീവൻ പ്രാപിക്കാൻ പോകുക, മാർച്ച് ചെയ്ത് വരാൻ പോകുക, സഭാഹോളിൽ നിറയാൻ പോകുക, ദൈവത്തിന് പ്രവർത്തനം നടക്കാൻ പോകുക. ദൈവത്തിന് വചനത്തിന് അതിക്രമങ്ങൾ, പാപങ്ങൾ കിടക്കുന്ന ജനലക്ഷങ്ങളെ, ജനകോടികളെ ജീവിപ്പിക്കാൻ ശക്തി ഉണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുക. സഭയിൽ മരിച്ചു കിടക്കുന്നവരും സർദീസ് സഭയോട് ദൂത് പറയുക, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. നോക്കി ആരോടാ പറയുന്നത്? സഭയെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരല്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ നോക്കിക്കൊണ്ട് പറയുക, നിനക്ക് ജീവനുണ്ട്, പുറമേ ജീവനുണ്ട്, എങ്കിലും നിന്റെ അകത്ത് നീ മരിച്ചു കിടക്കുന്നവനാ. കാരണം എന്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോയിരിക്കുക. ദൈവ സാന്നിധ്യം വിട്ടുപോകുന്നത് എപ്പോഴാ? ഒരു വ്യക്തി പാപം ചെയ്യുമ്പോഴാണ്. ഒരു കാര്യം ഓർത്തോണം, പാപം ചെയ്താൽ ദൈവ സാന്നിധ്യം വിട്ടുപോകും. രക്ഷിക്കപ്പെട്ടവരായാലും സ്നാനപ്പെട്ടവരായാലും അഭിഷേകം പ്രാപിച്ചവരായാലും ഒരു കാര്യം ഓർത്തോണം, ഓടി വന്നിരുന്ന് കൈയടിക്കാൻ കഴിഞ്ഞെന്ന് വരാം, കൂടെ പാടാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നോക്കുമ്പോൾ പറയുന്നത്, നിനക്ക് ജീവനുള്ളതുകൊണ്ട് നീ കൈയടിക്കുന്നുണ്ട്, സ്വത്രം പറയുന്നുണ്ട്, എന്നാൽ നീ മരിച്ചവരാ. നീ പാപത്തിൽ ജീവിക്കുന്നതുകൊണ്ട്, നിന്റെ ഉടുപ്പ് മലിനമാക്കി നീ ജീവിക്കുന്നവരായതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുപോയിരിക്കുക. നീ മരിച്ചവരാ. ജീവിക്കണം. ജീവിക്കാനുള്ള മാർഗവും പറഞ്ഞു. ജീവിക്കാനുള്ള മാർഗം അവിടെ പറഞ്ഞു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നത്. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുക, ശേഷിപ്പുകളെ ശക്തീകരിക്കുക, നീ മടങ്ങി വരിക, ജീവിതവസ്തുത വിശുദ്ധീകരിക്കുക, യഥാസ്ഥാനപ്പെടുക എന്നുള്ള ആത്മാവിന്റെ ശബ്ദത്തിന് മുമ്പിൽ ആര് സമർപ്പിതരാകുന്നു അവർ ജീവൻ പ്രാപിക്കും. നാം ഈ കണ്ട എല്ലാ സ്ഥലത്തും മരിച്ചവർ ജീവിക്കുന്നത് ദൈവശബ്ദത്തിന് മുമ്പിൽ. ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നടക്കും. കർത്താവിന്റെ വരവ് വരെ ഈ കാര്യം നടന്നുകൊണ്ടിരിക്കും. ആ നാഴിക വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞത് നടന്നുകൊണ്ടിരിക്കും. ഇനി ആ നാഴിക വരുന്നു എന്ന് യേശു പറഞ്ഞ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ കർത്താവിന് മടങ്ങി വരവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തി നിൽക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 Thessalonians 4:16 മുതലും 1 Corinthians 15:50 മുതലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവ് ഗംഭീരനാദത്തോട് പ്രധാന ശബ്ദത്തോട്
ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തു മരിച്ചവ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തു ജീവിക്കുന്നവ രൂപാന്തരപ്പെടും. അവർ ഒരുമിച്ച് കർത്താവിന് എതിരേൽപ്പാൻ വേഗങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ നാം എന്നേക്കും നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കും. അതാ ഇനി സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മരിച്ചവർ ഉയർക്കാൻ പോകും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരാൽ ഉയർത്തെഴുന്നേൽക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും. ഈ മർത്യമായത് അമർത്യതയെ പ്രാപിക്കും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെ പ്രാപിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകും. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വീക്ഷമുള്ള എവിടെന്ന് ദൈവത്തിന്റെ വിശുദ്ധന്മാർ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കുഴിമാടങ്ങളെ തുറന്നുകൊണ്ട് സെല്ലിന്റെ ആ അടപ്പിനൊക്കെ തട്ടി തുറന്നുകൊണ്ട് അതേ ആ കല്ലറകളുടെ സ്ലാബിനെ ഒക്കെ തട്ടി മാറ്റിക്കൊണ്ട് ജയാളികളായി ദൈവത്തിന്റെ മക്കൾ ഉയർത്തെഴുന്നേറ്റ് വെളിയിൽ വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ പുത്രന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ മരിച്ചവ ഉയർക്കാനുള്ള ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടാവുന്ന സമയം നാഴിക വരുന്നു. ലോക സംഭവങ്ങളെല്ലാം ആ നാഴിക ഏറ്റവും അടുത്ത് കഴിഞ്ഞു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഏകദേശം 2 വർഷമായിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി, ഇതിനു മുമ്പും വൈറസ് ലോകത്തിലും കടന്നുകൂടിയിട്ട് മനുഷ്യർ വ്യാപിച്ചിട്ട സമയങ്ങളുണ്ട്. എന്നാൽ നമുക്കറിയാം, ചിലയിടത്ത് ചിലർക്ക് ആ വൈറസ് ബാധ ഉണ്ടാകും, ചിലർ മരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ദേശത്തു നിന്ന് അത് മാറുക, പിന്നെ വേറെ ഏതെങ്കിലും ദേശത്തായി. ഇങ്ങനെ സർവലൗകികമായിട്ട് ഇന്ന് വരെ ശാസ്ത്രം ഇത്ര പുരോഗതി പ്രാപിച്ചിട്ടും ഇത്രയും 2 വർഷമായിട്ടും ഇതിന് പരിഹാരമില്ലാതെ ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് യാദൃശ്ചികമല്ല എന്ന് നമുക്കറിയാം. എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒന്നും സംശയിക്കേണ്ട, കർത്താവ് പറഞ്ഞതിന്റെ നിവർത്തിയാണ്. കർത്താവ് പറഞ്ഞു, തന്റെ വരവിന് മുമ്പായി നടക്കുന്ന അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ഇംഗ്ലീഷ് ബൈബിൾ നമുക്കറിയാം, പെസ്റ്റിലൻസ് ഉണ്ടാകും. തന്റെ മടങ്ങി വരുന്ന ഒരു അടയാളം പെസ്റ്റിലൻസ് ഉണ്ടാകും. ലോകാരോഗ്യ സംഘടന രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമല്ല. എന്നാൽ അവര് കോവിഡിന് കൊടുത്ത പേരെല്ലാവർക്കും അറിയാം, പെസ്റ്റിലൻസ്, മഹാമാരി. എങ്ങനെ പേര് കൊടുക്കാൻ അവർക്ക് തോന്നിയത്? ദൈവം തോന്നിച്ചതാ. കാരണം യേശു മുൻകൂട്ടി പറഞ്ഞു, എന്റെ വരവിന് മുമ്പായി പെസ്റ്റിലൻസ് ഉണ്ടാകും, ലോകത്തിൽ ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളുക, ഞാൻ അടുക്കൽ വാതുക്കലായിരിക്കുക. ദൈവത്തിന്റെ മക്കളെ, പെസ്റ്റിലൻസ് എന്ന മഹാമാരി, ഈ കോവിഡ് മഹാമാരി ലോകത്ത് വ്യാപിച്ചു നിൽക്കുന്നത്, മാറാൻ നിൽക്കുന്നത് ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങാനുള്ള സമയങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള കാര്യം അത് വിളിച്ചറിയിക്കുക. ലോകനി ഏറ്റവും അധികം കേൾക്കാൻ പോകുന്ന ഒരു ബ്രേക്ക് ന്യൂസ് ഉണ്ട്. ലോകത്തിലെ എല്ലാ TV ചാനലുകളും, ലോകത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ലോകത്തെ അറിയിക്കാൻ പോകുന്ന ഒരു ബ്രേക്ക് ന്യൂസ് ഉണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് നമുക്കറിയാം. ആ ബ്രേക്കിംഗ് ന്യൂസ് ഇങ്ങനെയായിരിക്കും: ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും ശ്മശാന ഭൂമികളിൽ, സെമിട്രികളിൽ കല്ലറകൾ തുറന്നു കിടക്കുന്നു, സെല്ലുകൾ തുറന്നു കിടക്കുന്നു. ഒരു രാജ്യത്തല്ല, അനേക രാജ്യങ്ങൾ തുറന്നു കിടക്കുന്നു. എല്ലായിടത്തും ഒരേ സമയത്താണ് സംഭവിച്ചെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കല്ലറകൾ തുറന്നു കിടക്കുന്നു, സെല്ലുകൾ തുറന്നു കിടക്കുന്നു. അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് വരും: അമേരിക്ക ഒരു കൂട്ടം ആളുകളെ കാണുന്നില്ല, ഗൾഫില് UAE കുറെ ആളുകളെ കാണുന്നില്ല, ഇന്ത്യയെ കുറെ ആളുകളെ കാണുന്നില്ല, കുവൈറ്റിൽ കുറെ ആളുകളെ കാണുന്നില്ല. ബ്രേക്കിംഗ് ന്യൂസ് വന്നുകൊണ്ടിരിക്കും: UK കുറെ ആളുകൾ കാണുന്നില്ല, ഓസ്ട്രേലിയ കാണുന്നില്ല. എല്ലായിടത്തും അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ബ്രേക്കിംഗ് ന്യൂസിനോട് ചേർന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ചർച്ചയാണ്. ചർച്ചയ്ക്ക് വേണ്ടി ഉന്നതന്മാരായ ആളുകളെ, ബുദ്ധിജീവികളെ എല്ലാം വിളിക്കും, എല്ലാ ചാനലുകാരും. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അവര് വന്നു പറയും,
ഓരോ അഭിപ്രായം എന്ന് പറഞ്ഞ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലര് പറയും, നിങ്ങൾ പറയുന്ന ഒന്നും അല്ല കാര്യം. ഈ പെന്തിക്കോസുകാരൊക്കെ പ്രസംഗിച്ച കണക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അവര് കവലകളൊക്കെ ഒന്ന് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ കൺവെൻഷനൊക്കെ മൈക്ക് വെച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ കർത്താവ് വരുമെന്നും അവിടെ ആൾക്കാർ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടെ ആൾക്കാർ പെട്ടെന്ന് രൂപാന്തരപ്പെടുമെന്നും അവര് കർത്താവിനെ എതിരെടുപ്പാൻ സ്വർഗത്തിലേക്ക് പോകുമെന്നും ഒക്കെ അവർ പറഞ്ഞു. അതാ സംഭവിച്ച മറ്റൊന്നുമല്ല, ഇനി കൂടുതൽ ചർച്ചയൊന്നും വേണ്ട എന്ന് ചില ആളുകളെന്ന് പറയാൻ ഇടയാകും. കാരണം ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുക. കല്ലറകൾ തുറക്കപ്പെടാൻ പോകുക, കുഴിമാടകൾ തുറക്കപ്പെടാൻ പോകുക, ശല്യങ്ങൾ തുറക്കപ്പെടാൻ പോകുക, ലോകം മുഴുവൻ സംഭവിക്കാൻ പോകുക. നമ്മുടെ കർത്താവിന് കാഹളം ധ്വനിക്കാണ് സമയമായി. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള വരും താമസിക്കയില്ല എന്ന് ദൈവത്തിന് വചനം പറയുന്നു. ഇത് പറയുമ്പോ ചില ആളുകൾ ചോദിക്കും, പാസ്റ്റർ ഇതുവരെ നടക്കുന്ന കാര്യമാണ്. ഒരാഴ്ച മുമ്പ് അല്ലയോ കഴിഞ്ഞ മാസം മരിച്ചവർ ദ്രവിച്ച് മണ്ണിനോട് ചേരാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തിന് മുമ്പ്, 100 വർഷത്തിന് മുമ്പ്, 500 വർഷത്തിന് മുമ്പ്, 1000 വർഷത്തിന് മുമ്പ് മരിച്ചവരൊക്കെ നിങ്ങളുടെ കർത്താവ് വരുമ്പോൾ ഉയർത്തു വരുന്നേക്ക് വരുമെന്ന് അവരെ കുഴിച്ചിട്ടെടുത്ത് നോക്കിയാൽ അവിടെ ശരീരം കാണത്തില്ല, മണ്ണേ കാണത്തുള്ളൂ. അവരെങ്ങനെ ഉയർക്കാൻ? എന്നാൽ നമുക്കൊരു മറുപടി ഉണ്ട്. നമ്മുടെ ദൈവം ഫോഷ്ക്ക് പറയാത്ത ദൈവം പറഞ്ഞത് ഇരമ്യാവ് എഴുതി. ഇരമ്യാവ് 32 ഇരമ്യാവ് എഴുതി എങ്ങനെയാണ്? ദൈവം പറയുകയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവം ചോദിക്കുക, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഫോഷ്ക്ക് പറയാത്ത ദൈവം, സർവശക്തനായ ദൈവം. ആരാ ചോദിച്ചെന്നറിയാമോ? ആ അധ്യായത്തിൽ തന്നെ ഭക്തന്മാർ പറഞ്ഞ വാക്ക് മറുപടി കൊണ്ട് അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ മഹാശക്തി കൊണ്ടും ദൈവത്തിന് നീട്ടിയ ഭുജം കൊണ്ടും ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഒറ്റ വാക്കിന്റെ ശക്തി കൊണ്ട് ഇല്ലാത്ത ആകാശത്തെ, ഇല്ലാത്ത ഭൂമിയെ, ഇല്ലാത്ത ചന്ദ്രനെ, ഇല്ലാതിരുന്ന സൂര്യനെ, ഇല്ലാതിരുന്ന കോടാനുകോടി നക്ഷത്രങ്ങളെ, ഇല്ലാത്തതിനെ വാക്കിന്റെ ശക്തി കൊണ്ട് വിളിച്ചു വരുത്തു ദൈവത്തിന് മരിച്ച വർഷങ്ങളായവരുടെ ശരീരങ്ങളെ അവരെ കുഴിച്ചിട്ടിരിക്കുന്ന, അവരെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് വിശുദ്ധ ബൈബിൾ ഉറപ്പു തരുന്നു. ദൈവത്തിന് സത്യമായിരുന്നില്ല. ദൂതൻ വന്ന് മറിയോട് പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. നമുക്ക് സ്തോത്രം ചെയ്യാൻ നമ്മുടെ കർത്താവ് വരുന്നത് തന്റെ വിശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടു പോകുവാനാ. കർത്താവിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുന്നത് തന്റെ വിശുദ്ധന്മാരെ ഉയർപ്പിക്കുവാനാ, തന്റെ വിശുദ്ധന്മാരെ രൂപാന്തരപ്പെടുത്തുവാനാ. കർത്താവിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുന്നത് കുറച്ച് മദ്യപാനികളായിരുന്നു കുറച്ചേരോ ഉയർപ്പിക്കാന്, മദ്യപാനികളായിരുന്നു അല്ലേ രൂപാന്തരപ്പെടുത്താന്, കുറച്ച് വഴക്കാളികളെ രൂപാന്തരപ്പെടുത്താനല്ല, കുറച്ച് ദുർനടപ്പുകാരെ രൂപാന്തരപ്പെടുത്താനല്ല, കുറച്ച് പൊളിറ്റിക്സുകാരെ രൂപാന്തരപ്പെടുത്താനല്ല. കർത്താവിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുന്നത് അവന്റെ വരവിൽ പ്രിയം വെച്ചുകൊണ്ട് അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച് നീതിയിലും വിശുദ്ധിയിലും കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുക. കർത്താവിന്റെ ശബ്ദം മുഴങ്ങുവാൻ പോകുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധനെ നിലത്തിനെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവിന്റെ ശബ്ദം മുഴങ്ങാറായി. ആരാണ് ആ ശബ്ദത്തിൽ ഉയർക്കാൻ പോകുന്നത്? ആരാണ് ആ ശബ്ദത്തിൽ രൂപാന്തരപ്പെടാൻ പോകുന്നത്? ഇന്ന് അവന്റെ ശബ്ദം കേട്ട് ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, ഇന്ന് അവന്റെ ശബ്ദം കേട്ട് അതിക്രമങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ്
ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, നീതിയിലും വിശുദ്ധിയിലും വിശുദ്ധരായി ജീവിക്കുന്ന ദൈവത്തെ ഭക്തന്മാർ മരിച്ചാലും അവർ ഉയർക്കാൻ പോകുക. അവരോട് ജീവനോട് ഇരിക്കുമ്പോൾ കാഹള ശബ്ദം മുഴങ്ങിയാൽ അവർ രൂപാന്തരപ്പെടാൻ പോകുക. ദൈവം നമുക്ക് വന്നിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മോട് സംസാരിച്ചു വന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗപിതാവായ ദൈവമേ, അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടന്ന് ഞങ്ങളെ സുവിശേഷത്തിന്റെ ശബ്ദത്താൽ ജീവിപ്പിച്ച് ദൈവത്തിന് മക്കളാക്കി യേശുവിനോട് ഉയർപ്പിച്ച് ഞങ്ങൾ ഈ വലിയ കൃപയിലേക്ക് അവിടുന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാപം ചെയ്ത് ഞങ്ങൾ ദൈവ സ്വാധീനത്തിൽ പോയി വീണ്ടും മരിക്കുന്നവരായി തീരാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ വിശുദ്ധരായിട്ട് കർത്താവിനെ സ്നേഹിച്ചു, സേവിച്ചു, ആരാധിച്ചു മുമ്പോട്ട് വാണിക്കുക ഞങ്ങൾക്ക് നൽകണ കർത്താവേ. അങ്ങയുടെ കാഹളത്വരിയില് കർത്താവേ മരിച്ചു ഉയർക്കുന്ന ആ സുദിനത്തില് ആ ജീവനോടെ വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്ന സുദിനത്തിൽ ഇന്ന് ദൈവം കേൾക്കുന്ന ദൈവത്തിന് മക്കളും രൂപാന്തര ശരീരധാരികളായി കർത്താവിനെതിരേൽക്കുന്നവർ കൂട്ടത്തിലായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നുകൂടെ കാണുന്നു കർത്താവ്, ഒന്നുകൂടെ സമർപ്പിക്കുന്നു. ഈ ജനത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം വീണ്ടും നന്ദി. താങ്ക് യു പാസ്റ്റർ കെ സി തോമസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നിർഭരമായ സന്ദേശത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ നമ്മുടെ മുൻപിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രത്യാശ ഉണർത്തുമാർ ദൈവ ശബ്ദത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് വിവരിക്കുവാൻ കർത്താവിന്റെ അഭിഷക്തനെ ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അറിയിച്ച കർത്തൃദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി അത്യാവശ്യമായ ചില അനൗൺസ്മെന്റ്സ് ഉണ്ട്. ആരും എക്സിറ്റ് ആകരുത്. ആശീർവാദം പറഞ്ഞതിന് ശേഷം മാത്രമേ എക്സിറ്റ് ആകാവൂ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് ചില അനൗൺസ്മെന്റ്സിനായിട്ട് കർത്താവിൽ പ്രസിദ്ധനായ നമ്മുടെ ജനറൽ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ ജോസഫ് അവരെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. IPC UA റീജിയൻ ക്രമീകരിച്ച അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷന്റെ സമാപന നിമിഷത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണല്ലോ. 3 ദിവസവും ദൈവാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചു. ഇന്ന് രാത്രിയിലും കർത്തദാസനിലൂടെ നമ്മെ കേൾപ്പിച്ച ദൈവിക ദൂത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായി 2 കാര്യം ഓർപ്പിക്കുവാൻ വേണ്ടി ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഒന്നാമതായി വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജിയുടെ 10ാമത് ഗ്രാജുവേഷൻ ദൈവഹിതമാണെങ്കിൽ ഡിസംബർ മാസം 16-ാം തീയതി തേഴ്സ്ഡേ വൈകിട്ട് 7:30 ഷാർജ വർഷിപ്പ് സെന്ററിൽ വെച്ച് നടത്തുവാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഗ്രാജുവേഷൻ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ലൈവായി ഷാർജ വർഷിപ്പ് സെന്ററിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ തന്നെ ഓൺലൈനിൽ അത് കാണുവാനും കഴിയും. ഈ വിഷയം ഓർക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ 2022 ജനുവരി മാസം 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ IPCയുടെ ജനറൽ കൺവെൻഷൻ കുമ്പനാട് വെച്ച് ലൈവായിട്ട് നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് ഓൺലൈനിലും കാണുവാൻ വേണ്ടി കഴിയും. ഈ വിഷയം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ വർഷം അങ്ങനെ ലൈവായിട്ട് കൺവെൻഷൻ നടത്തുവാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ ഈ വർഷം കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നടത്തുവാൻ വേണ്ടി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് എത്ര പേർക്ക് സഹകരിക്കുവാൻ കഴിയും അതനുസരിച്ച് നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ 2 വിഷയം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഡിസംബർ 16 തേഴ്സ്ഡേ ഈവനിങ് ഷാർജ വർഷിപ്പ് സെന്ററിൽ വെച്ചുള്ള ഗ്രാജുവേഷൻ സർവീസ്, കുമ്പനാട് കൺവെൻഷൻ ജനുവരി 16 മുതൽ 23 വരെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ വിൽസൺ ജോസഫ്. കേൾപ്പിച്ച വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ ജനറൽ കൺവെൻഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കേണ്ടതിന്
നാം തുടർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണല്ലോ. തുടർന്ന് നമ്മുടെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ KY തോമസ് അവരുകൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ഡിസംബർ 2-ാം തീയതി നടക്കുന്ന നമ്മുടെ കോമൺ വർഷിപ്പിനെ കുറിച്ച് ചില അത്യാവശ്യ കാര്യങ്ങൾ ഓർപ്പിച്ച് നമ്മുടെ പ്രസിഡന്റ് പാസ്റ്റർ രാജൻ എബ്രഹാം ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. ഓവർ ടു പാസ്റ്റർ. കർത്താവിന് സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്വപരമ പിതാവേ, അവിടുത്തെ വലിയ നാമത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൃപാതയുടെ വന്ന സമയം മുതൽ ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിലയേറിയ വൃത്തിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, കാലാകാലങ്ങളിലായി സുവിശേഷത്തിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച് ഞങ്ങളെ രക്ഷിച്ച വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാർന്ന് ഞങ്ങളെ ഉയർപ്പിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും തകർന്നു പോകാതെ നിത്യതയോളം ചെന്ന് കർത്താവിന്റെ വരവിനായി നോക്കി പാർത്ത് വിശ്വസ്തയോടെ ജീവിപ്പാൻ ഏവർക്കും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഘോഷിപ്പാൻ നിങ്ങളുടെ ഹൃദയനെ ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് അനേക കാര്യങ്ങൾക്ക് പ്രയോജനമുള്ള മാനപാത്രമാക്കി കരങ്ങൾ ഉപയോഗിച്ചുകൊള്ളുമാറാകണം. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ ദിവസങ്ങളിലായി ഈ യോഗങ്ങളെ സംബന്ധിച്ച് അനുഗ്രഹം പാലിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ യോഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ സെല്ല ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ വർഷത്തെ ആനുവൽ കൺവെൻഷൻ കർത്താവ് അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം. റീജന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണം. കഴിഞ്ഞ ദിവസങ്ങൾ വന്ന് ദൈവം ഘോഷിച്ച കർത്തദാസന്മാർക്കായി, ഗാനശുശ്രൂഷ നിർവഹിച്ച സഭകൾക്കായി, മീറ്റിംഗ് അധ്യക്ഷം വഹിച്ച കർത്തദാസന്മാർക്കായി, വിവിധ നിലകളിലെ ശുശ്രൂഷയിൽ സഹകരിച്ച കർത്തദാസന്മാർക്കായി, ഈ യോഗങ്ങളിൽ ആദ്യോടൊന്ന് സംബന്ധിച്ച ദൈവമക്കൾക്കായി എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹ നടവോടെ ഞങ്ങളെ അയക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. പാസ്റ്റർ രാജൻ എബ്രഹാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ വളരെ അനുഗ്രഹമായി നടക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചതിനാൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കായി നമുക്കൊരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശേഷാല് അത്യാവശ്യമായി ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ദൈവഹിതമായാൽ നമ്മുടെ റീജന്റെ ഈ വർഷത്തെ സംയുക്ത ആരാധന കമ്പൈൻ വർഷിപ്പ് മീറ്റിംഗ് ഡിസംബർ മാസം 2-ാം തീയതി നാം പതിവ് പോലെ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. ആമേൻ. ഈ വർഷവും സൂം പ്ലാറ്റ്ഫോമിൽ, വെർച്വൽ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് തന്നെ സൂം പ്ലാറ്റ്ഫോമില് നടത്തുവാനുള്ള ക്രമീകരണമൊക്കെ നാം ചെയ്തു വരുന്നു. സ്തോത്രം. പ്രാർത്ഥനയോടെ എല്ലാവരും അന്ന് ജോയിൻ ചെയ്യണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഡിസംബർ 2 വ്യാഴാഴ്ചയാണ്. അന്ന് രാവിലെ 9 മണിക്ക് തന്നെ നമ്മുടെ സംയുക്ത ആരാധന ആരംഭിക്കുന്നതാണ്. അന്നേ ദിവസം കർത്താവിൽ പ്രിയ കർത്തദാസൻ പാസ്റ്റർ ഷിബു തോമസ് ഒക്ലഹോമ ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ അന്ന് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു. അന്ന് സാക്ഷ്യത്തിനായി അല്പസമയം നമ്മൾ വേർതിരിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യമായി സാക്ഷ്യം പറയുവാൻ ദൈവാത്മാവ് പ്രേരണ നൽകുന്നവര് ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ, എക്സിക്യൂട്ടീവ്സിനെ ആ വിവരം അറിയിക്കണം. കാരണം ഈ ആരാധന വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ട് ആമേൻ പേര് ലഭിക്കുന്നവർക്ക് മാത്രമേ അന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ എന്ന് പ്രത്യേകാല് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് നമ്മളെ കൺവെൻഷനെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവം കൺവെൻഷനെ അനുഗ്രഹിച്ചു. നമ്മളെ 2-ാം തീയതിത്തെ കമ്പൈൻഡ് വർഷിപ്പ് മീറ്റിംഗ് അനുഗ്രഹമായി ഒന്നുകൂടുന്ന സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മ സഹവാസവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മോട് ഓരോരുത്തരും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും 2-ാം തീയതി നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കമ്പൈൻഡ് വർഷിപ്പ് മീറ്റിംഗോടും എന്ന് കർത്താവിന്റെ ദാസൻ വിൽസൺ ജോസഫ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജനറൽ കൺവെൻഷനോടും തുടർന്നുള്ള റീജന്റെ സകല പ്രവർത്തനങ്ങളോടും കർത്താവിന്റെ വരവ് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സ്തോത്രം. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു.